ഹലോ, നമസ്കാരം. അപ്പൊ ഇത്രയും കാലമായിട്ട്, കുറേ കാലങ്ങളായിട്ട് ഞങ്ങൾ പോവാത്തൊരു സ്ഥലത്തേക്കാണ് ഞങ്ങളിന്ന് പോണത്. ഡെസേർട്ട് സഫാരിക്കാണ് പോണത്. അപ്പൊ ആദ്യമായിട്ട് പോണതിന്റെ ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ പോകുമെന്ന് വിചാരിച്ചതൊന്നല്ല, പെട്ടെന്ന് അങ്ങോട്ട് എടുത്ത ഒരു തീരുമാനമാണ്. അപ്പൊ ഞങ്ങൾ വൈകിട്ട് 3:30ക്കാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. ഇതൊരു പാക്കേജ് എടുത്തതാണ്. അവര് നമ്മളെ പിക്ക് ചെയ്ത് കൊണ്ടുപോകും, ഇവിടെ കൊണ്ടുവന്നാക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ കുറേ ദൂരം ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ നമ്മള് ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ്, ശരിക്കും പറഞ്ഞാല് ഞാൻ മരുഭൂമിയൊക്കെ കാണുന്നത് ആദ്യമായിട്ടാണ്. കാരണം മുമ്പ് വന്നപ്പോഴാണെങ്കിലും ഒന്നും മരുഭൂമി ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അതിന്റെ ഒരു സന്തോഷത്തിലാണ്. അപ്പൊ അവിടുത്തെ ഒരു ഇതിങ്ങനെയാണ്. അവിടെ ഇരുട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവും. അതിനേക്കാളും മുൻപായിട്ട് നമുക്ക് ഒട്ടകത്തിന്റെ പുറത്ത് പോണതും, പിന്നെ ബൈക്ക് ഉണ്ട്, അതിൽ റൈഡ് പോവാം. പിന്നെ നമ്മള് അവരുടെ വാഹനത്തിൽ പോയിട്ട് തലകുത്തി മറിയും, അതൊക്കെ ചെയ്യാം. അപ്പോ അതൊക്കെയാണ് ആദ്യം ഉണ്ടായിരുന്നത്. അവര് വെള്ളമൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വെള്ളം, പിന്നെ കോഫി, ടീ, പിന്നെ ഡിന്നർ ഉണ്ട്. അതൊക്കെ ഉണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ലൊരു പാക്കേജ് ആയിരുന്നു. എനിക്ക് നല്ല ഇതായിട്ടാണ് തോന്നിയത്. അപ്പൊ നമ്മൾ ഒട്ടകത്തിന്റെ പുറത്ത് കയറിയിട്ട് പോവാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ എളുപ്പമൊന്നും കൊണ്ട് കയറാൻ പറ്റില്ല കേട്ടോ എല്ലാവർക്കും. ചിലവർക്കൊക്കെ പറ്റും. അപ്പൊ എനിക്കൊരു ചെയറൊക്കെ കൊണ്ടുവന്ന് അമ്മയിൽ കയറാൻ വേണ്ടിയിട്ട് എളുപ്പമായിട്ട്. അപ്പൊ അതിൽ കയറിയിട്ട് ഒട്ടകത്തിന്റെ പുറത്തൊക്കെ പോയി. എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ കൊണ്ട് നടക്കുന്ന ഒരു ആഗ്രഹമാണ് ഒട്ടകത്തിന്റെ പുറത്ത് കയറണം എന്നുള്ളത്. കുറച്ചൊന്നല്ല, ഒരുപാട് 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 വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. അത് നടക്കുമെന്ന് സത്യം പറഞ്ഞാൽ വിചാരിച്ചതല്ല. ഇവിടേക്ക് പോകുമെന്നും വിചാരിച്ചതൊന്നുമല്ല. പെട്ടെന്നായിരുന്നു എല്ലാം. അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടാ. പക്ഷെ Hello, അത് sir. ശരിക്കും നമ്മൾ Please. ഒട്ടകത്തിനെ കാണുമ്പോ പാവം തോന്നൂട്ടാ. നമ്മളങ്ങനെ നമ്മൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി അവർക്ക് വരാൻ മടിയുള്ള പോലെയൊക്കെ എണീക്കുമ്പോ കരയൊക്കെ ചെയ്യായിരുന്നു ഒട്ടകം. പിന്നെ ഞാൻ മാത്രം കയറാണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ എന്താണ് കേറി, ആഗ്രഹം അത്രയും ആഗ്രഹം ഉള്ളതല്ലേ. അവർക്ക് നമ്മളെ താങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് ദൂരമൊക്കെ ഒട്ടകത്തിന്റെ പുറത്തൊക്കെ നടന്നിട്ട് നമ്മൾ വന്നു. ഇപ്പൊ ഇവിടെ ചൂട് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ ഇടയിൽ ഇങ്ങനെ ചെറിയ പുല്ലൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അത് ഇനി നല്ലോണം വരൾച്ചക്കാലം ആവുമ്പോഴും അതേ ആ പുല്ല് അങ്ങനെ നിൽക്കുമെന്ന് അറിയില്ല. പിന്നെ ഇപ്പൊ തുടങ്ങിയല്ലേ ഉള്ളൂ, തണുപ്പിൽ നിന്ന് മാറി വരുന്നല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് നിൽക്കണമെന്ന് അറിയില്ല. എന്തായാലും മരുഭൂമി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇടയിലൊക്കെ ഇങ്ങനെ നല്ല പച്ചപ്പുല്ല്, മല പോലെയും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടോട്ടാ. ചൂടുണ്ടെങ്കിലും നല്ല കാറ്റുള്ളത് കൊണ്ട് വല്ലാതെ നമ്മളെ അത് ബാധിച്ചില്ല. ഒട്ടകപ്പുറത്തുള്ള യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മളുടെ പാക്കേജിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് മെഹന്തി ചെയ്തു തരുന്നത്. അത് വലുതായിട്ടൊന്നും ഉണ്ടാവില്ല. ചെറിയ രീതിയിൽ ഒരു ജസ്റ്റ് ഒരു ഫ്ലവറും അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു കയ്യിൽ മാത്രമേ ചെയ്യുള്ളൂ. അല്ലാതെ നമുക്ക് എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് വേണമെങ്കിൽ അത് അവർ ചെയ്തു തരും. പക്ഷെ ഞങ്ങൾ പാക്കേജിലുള്ളത് മാത്രമാണ് എല്ലാതും എടുത്തത്. ഒട്ടകത്തിന്റെ പുറത്ത് പോണത് മാത്രം കുറച്ചുകൂടി ദൂരം പോവണം എന്ന് വിചാരിച്ചിട്ട് എടുത്തു. കാരണം ഒട്ടകത്തിന്റെ പുറത്ത് പാക്കേജിലുള്ളതെന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ മുകളിൽ കയറ്റും. ആ നിൽക്കുന്നിടത്തുനിന്ന് ആ ഒട്ടകത്തിനെ ഒന്ന് കറക്കും, താഴോട്ട് ഇറക്കും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് എക്സ്ട്രാ പൈസ കൊടുത്തിട്ട്, അധികമൊന്നുമില്ല, 10 ദിറംസ് ആയിട്ടാണ്. അത് കൊടുത്തിട്ട് 10-20 ദിറംസ് ആണ്. അത് കൊടുത്തിട്ട് നമ്മൾ അത് ചെയ്തായിരുന്നു കേട്ടോ. ഇതാണ് ഡിസൈൻ ചെയ്ത് തന്നത്. അപ്പൊ എല്ലാവരും ഈ ഡിസൈൻ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം അതില് നമുക്ക് ഇരിക്കാനായിട്ടുള്ളത് 2 തരത്തിലുള്ളതുണ്ട്. അതിൽ ഈ റെഡ് കളർ കാണുന്നത് സ്റ്റാൻഡേർഡ്, മറ്റേത് പ്രീമിയം ചെയർസ് ആണ്. അവിടെ നമുക്ക് കുറച്ചുകൂടി എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് അവിടെ ഇരിക്കാം. ഞങ്ങൾ ഇവിടെ തന്നെയാണ് ഇരുന്നത് കേട്ടോ. ഇത് നമുക്ക് അവിടെ പുറത്ത് ഇരിക്കാനുള്ള ഒരു സ്ഥലമാണ്. വെറുതെ നേരം പോകാൻ വേണ്ടിയിട്ട് ഇരിക്കാനുള്ളതാണ്. നമ്മൾ ആ പ്രീമിയം ചെയർസ് ഒന്നും എടുക്കേണ്ട. കാരണം നമ്മൾക്ക് ഈ ഡെസേർട്ടിലുള്ള പ്രോഗ്രാം ഒക്കെ കാണുന്നത് നമ്മളുടെ മൈൻഡിൽ എടുക്കുന്നത് ഈ റെഡ് കളറുള്ള ആ ഒരു ഇതിന്റെ മുകളിലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ടുള്ളതല്ലേ. മാത്രമല്ല പ്രീമിയം വേണമെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല കേട്ടാ. ഞങ്ങൾ ഇപ്പത്തെ സാധാ ഇതിൽ തന്നെയാണ് ഇരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് സമയം ഇതൊക്കെ ഞങ്ങള് കൊണ്ടുപോയ ജ്യൂസ് ഒക്കെ ആയിരുന്നു. അത് വെറുതെ വെച്ചതാണ്, ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ വെച്ചതാണ്. എന്നാലും അതൊക്കെ കുടിച്ചിട്ട് അങ്ങനെ കുറച്ച് സമയം അവിടെ ഇരുന്നു. കാരണം കുറച്ചുകൂടി വൈകിട്ടാകുമ്പോൾ സൺസെറ്റിന്റെ ടൈം ആകുമ്പോഴാണ് നമ്മുടെ വണ്ടിയിൽ തല കുത്തി മറിയാൻ പോണത്. അപ്പൊ അതുവരെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറെ ഫോട്ടോസ് എടുത്തും അങ്ങനെയൊക്കെ ആയിട്ട് നേരം കളഞ്ഞു. അപ്പോഴത്തേക്ക് കോഫി, ടീ ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് ഉണ്ടാക്കിയിട്ടും കഴിക്കാം, അല്ലാതെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും, അത് വേണമെങ്കിലും കഴിക്കാം. അങ്ങനെ അതൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ അങ്ങനെ കുറെ സമയം ഇരുന്നു. സുഹൃത്തുക്കളെ,
നമ്മൾ ഈ മണലാരണ്യം എന്ന് പറയുന്നത് നമ്മളെ നാട്ടിലത്തെ മണലല്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് മരുഭൂമിയിലേക്ക് വരുന്നത്. പക്ഷേ ഇത് നല്ല നൈസായിട്ടുള്ള മണലാണ്. നമ്മളെ നാട്ടിലെ മണൽ എന്ന് പറയുമ്പോൾ നല്ല വലിയ തരിയല്ലേ ഉണ്ടാവുക. ആ മണലല്ല ഇത്. ഇത് ഭയങ്കര നമ്മൾ പൊടിയൊക്കെ അരിപ്പയിലൊക്കെ ഇട്ടിട്ട് അരിക്കില്ലേ, അരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അത്രയും നൈസായിട്ടുള്ള മൈദപ്പൊടി പോലെയുള്ള മണലാണ്. ഞാനത് പറയുമ്പോൾ എൻ്റെ മോളിനെ കളിയാക്കി കേട്ടോ. മരുഭൂമിയിലെ മണല് ഇതുപോലത്തെ മണലാന്ന് അറിയാത്ത ലോകത്തെ അമ്മ മാത്രമായിരിക്കും എന്ന് പറഞ്ഞത്. പക്ഷെ എൻ്റെ അറിവനുസരിച്ചല്ലേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. വേറെ ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അവരോടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ തലകുത്തി മറിയാൻ പോവാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാല് അയ്യോ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇതില് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതും പിന്നെ ലാസ്റ്റ് ഒരു ഫയർ ഡാൻസ് ഉണ്ടായിരുന്നു. അത് രണ്ടും അടിപൊളിയായിരുന്നു. ഡിന്നറെല്ലാം നന്നായിരുന്നു കേട്ടോ, എന്നാലും ഇത് അടിപൊളിയായിരുന്നു. ഇത് ശരിക്കും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അതിൽ കൂടെ എത്രത്തോളം ഇത് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. അടിപൊളി എന്ന് വെച്ചാൽ അത്രയും അടിപൊളിയായിരുന്നു കേട്ടോ. Put your hands up in the air. 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 Put your hands up, hands up, hands up, hands up, hands up. Can I shake that thing, miss? 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 And I better shake that thing, yeah, da. Get jazzy on that. The sun, she in the club, she dancing for dollars. She got a thing for that Gucci, that Fendi, that Prada. That bitch, so come give me a hoodie, give me real. You can find me in the club, all full of blood. Mama, I got what you need. Give me a hoodie, give me real. അങ്ങനെ പോയിട്ട് കുറച്ച് ദൂരം എത്തിയപ്പോൾ നമ്മളവിടെ നിന്നിട്ട് സൺസെറ്റിൻ്റെ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. എല്ലാവരും നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്ന ഒരു സ്ഥലം തന്നെയാണത്. എന്താ ഭംഗി എന്താ കാണാൻ, ഇതിനെ കാണുന്ന പോലെ അല്ല, അത് കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ് ഇത്. ഇതിനെന്താ പറയാന്ന് അറിയില്ല. ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ വീഴുന്നായിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഞാൻ കാരണം മുന്നേ പോയ ഒരാൾ വീണ് കണ്ടിട്ടുണ്ട്. ചെറുപ്പക്കാരനായ ഒരാളാണ്, അധികം വെയിറ്റ് ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ അയാൾ വീണ് കണ്ടിട്ട് ഞാൻ എന്തായാലും വീണെന്ന് കരുതിയിട്ടാണ് ഞാൻ കയറുന്നുണ്ടായിരുന്നത്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഞാൻ പോകുമ്പോൾ വീണില്ലല്ലോ എന്ന സന്തോഷത്തിന് ഞാൻ നന്നായിട്ട് അങ്ങോട്ട് എന്താ പറയാ ആഹ്ലാദിച്ചു. ആ ആഹ്ലാദത്തിന്റെ സമയത്ത് എൻ്റെ കണ്ണിലേക്കും മൂക്കിലേക്കും വായിലേക്കും ഒക്കെ മണ്ണ് പോയിട്ട് ആണ് ഞാനിപ്പോ തലകുത്തി മറന്നത്. അപ്പൊ അത് അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇനിയും പോകണം എന്ന് ആഗ്രഹമുണ്ട്. ചെറുപ്പത്തിലൊക്കെ നമ്മൾ കളിച്ചിരുന്നതല്ലേ. അതെന്താ വെച്ചാൽ ഞാനേ പോയപ്പോ നല്ല ഇഷ്ടപ്പെട്ട്. അപ്പൊ വായക്ക് മണ്ണൊക്കെ with confidence worldwide using Apple Pay and Google Pay. Get the Remitly app.
ਆ ਗੱਡੀਆਂ ਦੇ ਕਾਫਲੇ ਆ ਜੇਬਾਂ ਵਿੱਚ ਨੋਟ ਭਰੇ ਕਰਦੇ ਪੁੱਠੇ ਉਹਨਾਂ ਦੀ ਫੱਟੀ ਪੋਚਦੀ ਜਿੰਨਾਂ ਦੇ ਪੱਲੇ ਠੁੱਠੇ ਕਈਆਂ ਦੀਆਂ ਗੋਡੀਆਂ ਖੁੱਬੀਆਂ ਕਈਆਂ ਦੀਆਂ ਬੇੜੀਆਂ ਵਿੱਚ ਨੋਟ ਕੋਈ ਅਰਜੂ ਮੂਰੇ ਛੱਡਾ ਤੇ ਨਾਲ ਖੜੇ ਆ ਗੱਡੀਆਂ ਦੇ ਕਾਫਲੇ ਆ ਜੇਬਾਂ ਵਿੱਚ ਨੋਟ ਭਰੇ ਆ ਡੱਬੀ ਹਥਿਆਰ ਟੰਗੇ ਨੇ ਪਿਸਟਲ ਤੇ ਟੱਕ ਜੜੇ ਆ ਗੱਡੀਆਂ ਦੇ ਕਾਫਲੇ ਆ ਜੇਬਾਂ ਵਿੱਚ ਨੋਟ ਭਰੇ ਆ ਡੱਬੀ ਹਥਿਆਰ ਟੰਗੇ That's why I am the way that I am. I was just building a ਦਿਲ ਕਿਤੇ ਅੜਦੇ ਗਰਾਰੀ ਤੇ ਹੁੰਦੀ ਬਦਮਾਸ਼ੀ ਹੁੰਦੀ ਖਬਰਾਂ ਦੀ ਬੈਟਰੀ ਦੀ ਰੋਟੇ ਆ ਤਲਾਸ਼ੀ ਅਸੀਂ ਨਾ ਜੋਰ ਤੇਰੇ ਨਾਲ ਗੱਲ ਕਰ ਗਈ ਕਰਦੀ ਸੀ ਬੜਾ ਹੱਥ ਉੱਤੇ ਟਾਈਮ ਦਾ ਕਾਲੀ ਖਾਤੋਂ ਤੂੰ ਡਰਦੀ ਕੁੜੀਏ ਲਾ ਲਈ ਮੇਰੇ ਨਾਲ ਜੇ അവിടെ പോയിരിക്കാം ചേട്ടാ. حسبي خلاص سلمت انا العشق ده مجزوم لنا حسبي خلاص سلمت انا
ഫയർ ഷോ കനൂര് ഫയർ ഷോ ഉണ്ട്